ഞാൻ ഈ പോസ്റ്റിന്റെ മൂട്ടിയിരുന്നാണ് കവിതയൊക്കെ വായിക്കണത്. കവിതയൊക്കെ അറിയാമോ നിനക്ക്? ആഹാ, എനിക്കറിയണേക്കാട്ടി നല്ലോണം അച്ഛൻ അറിയാല്. എടുത്ത് പറയട്ടെ അച്ഛാ. എന്തോ കേട്ടില്ല. ഒരു കവിത എഴുതണ കാര്യം പറഞ്ഞാണ് നീ. ഞാൻ കവിത കയറി അങ്ങ് പിടിക്കല്ലേ. ഓ അല്ല, നീ ഏത് കവിത എഴുതിയത്? അച്ഛാ, മറ്റേ ചിങ്ങമ്പുഴയില്ലേ? ചിങ്ങമ്പുഴ അല്ല, കുന്നിപ്പുഴ ആയിരിക്കും. ഉണ്ണിപ്പുഴേ. തച്ചക്കുട്ടാ, അത് ചങ്ങമ്പുഴ. ആ, ചങ്ങമ്പുഴയുടെ പാളയം തോടൻ. മക്കളെ കുട്ടാ, അത് വാഴക്കൊല. എന്തരായാലെന്തമ്മ, അതിനകത്ത് പഴം ഇല്ലേ? അച്ഛാ, പഴം. ആ, ഞാനാണടാ പഴം. ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ, ഞാൻ തന്നെ പഴം. അയ്യോ, അമ്മ എന്തരമ്മ, എന്തു പറഞ്ഞാലും അച്ഛന്റെ എന്നെ കളിയാക്കോ. ഇതും അച്ഛനൊരു കാര്യം അറിയാമോ? ഞാൻ ഈ പോസ്റ്റിന് മുട്ടിരുന്ന് കവിത എഴുതിയിട്ടുണ്ട്. ഏത് കവിതയെന്ന് പറയടാ നീ. മറ്റേ വള്ളി പുള്ളി ഇല്ലേ? വള്ളി പുള്ളിയാ? അല്ലല്ല, വയലിലെ പുള്ളി. എടാ വയലോപ്പള്ളി. വയലോപ്പള്ളി. വയലോപ്പള്ളിയിലെ മാമ്പഴം ഇല്ലേ? അതിന്റെ രണ്ടാമത്തെ പാർട്ടേ അച്ഛന്റെ ഈ മോനല്ലേ എഴുതിയേക്കണത്. അത് ഏതാ അത്? മാങ്ങാണ്ടി. അച്ഛാ, മാമ്പഴം മൊത്തം അയാൾ തിന്നില്ലേ, എനിക്ക് കിട്ടിയത് മാങ്ങാണ്ടി. പിന്നെ ഞാൻ അത് വെച്ചങ്ങ് എഴുതി. കൊണ്ട് ഒരു തരത്തിലല്ല. ഒന്നില്ലെങ്കിൽ ഒന്ന് ചോദിച്ചാ ഏത് കവിത എന്നെങ്കിലും ഒന്ന് ചോദിയിരി. ഏത് കവിതയാടാ അത്? അമ്മ, ഞാൻ ചോദിച്ചിട്ടായാലും അച്ഛൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് എനിക്ക് കിട്ടാൻ പോണ ഒരു അംഗീകാരമാണ്. അച്ഛൻ 8 കയറ്റി പിടിച്ചാലും അമ്മ 9 കയറ്റി പിടിക്കണേ. ഒരിടത്തൊരിടത്തൊരു മാവുണ്ടായിരുന്നു, ആ മാവിലൊരു മാങ്ങ പൂത്തോ, കിളി കൊത്തിക്കൊണ്ട് പോയി എന്റെ മാമ്പഴം. അയ്യോ, എനിക്ക് കിട്ടിയതോ ഒരു കുറുമിണി മാങ്ങാണ്ടി. എനിക്ക് കിട്ടിയതോ ഒരു ബവ്വാലി ചപ്പിയ മാങ്ങാണ്ടി. മക്കളെ, മക്കള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മക്കളൊരു കാര്യം ചെയ്യുമ്പോ അമ്മ മക്കൾക്ക് ആഹാരം എടുത്തു തരാം. നീ കഴിക്കണ ആഹാരത്തിലേ എന്റെ വിയർപ്പിന്റെ അംശമുണ്ട്. നീ ആലോചിച്ചോ? നീ ചുമ്മാതല്ല അമ്മ ആഹാരം തരപ്പെടാ, ഭയങ്കര ഉപ്പ് രസം. മക്കളെ, അച്ഛനോട് അങ്ങനൊന്നും പറഞ്ഞൂടാ. മക്കള് പഠിച്ച് വളർന്ന് വലുതായിട്ട് വേണം അച്ഛനും അമ്മയ്ക്കും ഒരു കാതലാവാൻ. അപ്പൊ അമ്മയ്ക്കും അച്ഛനും വേണ്ടത് ഒരു പ്ലാവിൻ തൈയാണ്. അതാകുമ്പോ വളരെയും ചെയ്യും, രണ്ടുപേരൊക്കെ ഒരു തണലും ആവും. കാതലുള്ള ഒരു പ്ലാവാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയതാ മണ്ടയടഞ്ഞൊരു തെങ്ങ്. എന്തിനാ ഈ അച്ഛൻ പറയണത്? അച്ഛൻ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പോസ്റ്റിന്റെ കൂട്ടിയിരുന്ന് പഠിച്ച് ശാസ്ത്രജ്ഞനും ആവും. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ എന്റെ ഫോട്ടോയും വരും. ഉറപ്പാണോ? ഉറപ്പാണ്. നേരത്തെ എന്തൊരു പൊട്ടിന്ന് പറഞ്ഞ നിന്റെ പൊട്ടാക്ടർ. ഇങ്ങനെയാണെങ്കിൽ നിന്റെ പൊട്ടാക്ടർ മാത്രമല്ല, നിന്റെ ജോമെട്രി പട്ടിയും കൂടെ ഞാൻ അടിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ ഇരുന്നേ പഠിക്കൂ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഫോട്ടോ പത്രത്തിൽ വരും. എന്തിനെന്ന് വെച്ചാ ഞാൻ ശാസ്ത്രജ്ഞനായെന്ന അല്ല, പോസ്റ്റിന്റെ മൂട്ടിയിരുന്ന് പഠിച്ച ശാസ്ത്രജ്ഞനെ അച്ഛൻ പഞ്ഞി കിട്ടൂ. അച്ഛാ, എന്നാലും ഫ്രണ്ട് പേജിൽ തന്നെ വരുമായിരിക്കും അല്ലേ അച്ഛാ എന്റെ ഫോട്ടോ? ഒരു കുടുംബചിത്രമാണോ നമ്മളിപ്പോ ഇവിടെ കണ്ടത്? കഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ്. ഇങ്ങനെയൊക്കെയായിരുന്നോ പണ്ട് പഠിച്ചിരുന്നേ? പഠിക്കില്ലായിരുന്നു? ഓ, എന്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. സ്കൂളിൽ കയറി എന്ന് കരയാനേ സമയമുള്ളായിരുന്നു. അത് മിക്ക അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? അല്ല, ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു. നാടിന്റെ അഭിമാനമായിരുന്നു. നാടിന്റെ അഭിമാനം. ഒന്ന് നാട് വരെ ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നാട്ടില് എന്നെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് കാണാനില്ലെന്ന് അല്ലേ? കൊള്ളാം കൊള്ളാം. ശരി, എന്നായാലും നല്ലൊരു സ്കിറ്റ് നമ്മൾ കണ്ടു അല്ലേ ശ്വേത ചേച്ചി? യെസ്, അല്ല നല്ല മെസ്സേജ് ആയിരുന്നു. കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഇത് തന്നെയാണ് അവസ്ഥ എല്ലാവരുടെയും വീട്ടിൽ. സോ നല്ലൊരു മെസ്സേജ് ആയിരുന്നു, നന്നായിരുന്നു. 3 പേരും നന്നായി അഭിനയിച്ചു. ആൻഡ് അമ്മ വാസ് ദ ബെസ്റ്റ്. അമ്മ വാസ് ദ ബെസ്റ്റ്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ കിടന്ന് പാട്ടൊക്കെ പാടി പെർഫോം ചെയ്യുന്നേ. ആരാണെങ്കിലും പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, കരനിറയെ പണമൊഴുകണ കടി പറന്നിറയണ ചിരി ചിരി പല ചിരി ദൃഢതുണ്ടന താളത്തിൽ ഞാൻ 12,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. യെസ്, ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ക്രെഡിറ്റ് ആയിട്ട് ഇതിന് കുറച്ച് ട്യൂബ് ലൈറ്റ് ഒക്കെ വാങ്ങി ഇരുന്ന് സ്ക്രിപ്റ്റ് കിഡിലുമായിട്ട് ചെയ്ത് തിരിച്ചു വരാൻ നമ്മളെ കൂടുകൂടാന്ന് ചിരിപ്പിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.